വിമാനങ്ങളുടെ വൈകി പുറപ്പെടലും അപ്രതീക്ഷിതമായ റദ്ദാക്കലും ഉൾപ്പെടെ പ്രവാസി യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. 4-5 മണിക്കൂർ വിമാനം വൈകുന്നത് സ്വാഭാവികമായ കാഴ്ചയാണ്. എന്നാൽ ഏറ്റവും വേഗത്തിലും സുരക്ഷിതമായി എത്തേണ്ട വിമാനയാത്രയിൽ അനിശ്ചിതമായ താമസമുണ്ടായാൽ ഇന്ത്യൻ വ്യോമയാന നിയമപ്രകാരം യാത്രക്കാരന് ലഭിക്കേണ്ട കുറേ അവകാശങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2.5 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ യാത്രയിൽ വിമാനം 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാൽ വിമാന കമ്പനി യാത്രക്കാരന് ഭക്ഷണം നൽകണം. വിമാനം വൈകുന്നത് 6 മണിക്കൂർ വൈകിയാൽ റദ്ദാക്കപ്പെടുകയോ ചെയ്താൽ പകരം വിമാനം ഒരുക്കണം. രാത്രി മുഴുവൻ അല്ലെങ്കിൽ 24 മണിക്കൂർ വിമാനം വൈകിയാൽ സൗജന്യ ഹോട്ടൽ താമസം വിമാന കമ്പനി യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുകയാണെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലായ വിവരം യാത്രക്കാരനെ 24 മണിക്കൂർ മുമ്പെങ്കിലും വിവരം അറിയിക്കുകയും മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് നൽകുകയോ അതല്ലെങ്കിൽ ടിക്കറ്റ് മുഴുവൻ തുകയും റീഫണ്ട് നൽകുകയോ വേണം. റദ്ദാക്കൽ വിവരം കൃത്യമായി അറിയിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ചേർത്തുള്ള റീഫണ്ട് ലഭിക്കും. ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാൻസലേഷൻ ചാർജ് എത്രയെന്ന് വിമാന കമ്പനി കൃത്യമായി രേഖപ്പെടുത്തണം. യാത്രക്കാരൻ്റെ ടിക്കറ്റ് റദ്ദാക്കിയാൽ നികുതി തുക, യൂസർ ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ സർവീസ് ഫീസ് തുടങ്ങിയവ മടക്കി നൽകണം. കൂടാതെ വിമാന കമ്പനികളുടെ കൈവശം ബാഗേജ് ഇരിക്കുമ്പോൾ കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടപരിഹാരവും ലഭിക്കും. രാജ്യാന്തര സർവീസ് എങ്കിൽ 1.2 ലക്ഷം രൂപ വരെയും ആഭ്യന്തര സർവീസ് എങ്കിൽ 20,000 രൂപ വരെയും നഷ്ടപരിഹാരം ലഭിക്കും.